എൻ്റെ പേര് ടോം സെബാസ്റ്റ്യൻ കാലായി. മതപഠന രംഗത്തും കൊയർ രംഗത്തുമൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മതപഠന രംഗത്ത് ബഹുമാനപ്പെട്ട കർദിനാൾ ജോർജ് കൂവക്കാട്ടിലിൻ്റെ ഒരു മതാധ്യാപകൻ എന്ന് പറയുന്ന സ്ഥാനം 2 വർഷം അലങ്കരിക്കാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അന്ന് അച്ഛൻ്റെ ഇടവക മാമൂടാണെങ്കിലും അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതാണ്ട് ശൈശവം അല്ലേ, ഏതാണ്ട് 8-ാം മാസം മുതൽ 22 വയസ്സ് വരെ അദ്ദേഹം വടക്കേക്കരയുള്ള അമ്മ വീട്ടിലാണ് ഇന്ന് പഠിച്ചത്, നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് അദ്ദേഹം അടുത്ത് തന്നെയുള്ള വടക്കേക്കര പള്ളിയിലേക്ക് എല്ലാ ദിവസവും വരുവാൻ താല്പര്യം കാണിച്ചിരുന്നു. കൂടാതെ മതപഠന രംഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങളെല്ലാവരും ലിജിമോൻ എന്നാണ് വിളിച്ചിരുന്നത്, ലിജിമോൻ കൂവക്കാട്. ലിജിമോന് ഞാൻ കണ്ടിരുന്ന ഏറ്റവും വലിയ ആധ്യാത്മിക ചൈതന്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വല്യമ്മച്ചിയിൽ നിന്നും അല്ലെങ്കിൽ വല്യപ്പച്ചനിൽ നിന്നും അങ്കിളുമാരിൽ നിന്നും കിട്ടിയ ആ ദൈവിക ജ്ഞാനമാണ്. സൺഡേ സ്കൂളിൽ നിർബന്ധമായും അദ്ദേഹം എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്തിരുന്നു. ഹാജരിനും പഠനത്തിനുമുള്ള സമ്മാനം എല്ലാ വർഷവും ലിജിമോനാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലുള്ള സംഘാടക നൈപുണ്യം, ഒത്തിരി ഫ്രണ്ട്സ് അദ്ദേഹത്തിനുണ്ട്. ഇത് ഞങ്ങളുടെ 3rd DC ക്ലാസ് റൂമാണ്. നിയുക്ത കർദിനാൾ ആർച്ച് ബിഷപ്പുമായ കൂവക്കാട്ട് പിതാവ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. 92-95 കാലഘട്ടത്തിൽ BSc ഡിഗ്രി SB കോളേജിലാണ് പഠിച്ചത്. ജോർജ് ജേക്കബ് എന്നായിരുന്നു ഒഫീഷ്യൽ നെയിം. ജോർജ് ഞങ്ങളെ സഹപാഠിയെ പറ്റി നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഏറെ ലാളിത്യം നിറഞ്ഞ വ്യക്തിത്വം, ഏറെ വിനയം നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടുന്ന, എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിത്വം. അതോടൊപ്പം തന്നെ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. ക്രിക്കറ്റിൽ അദ്ദേഹം നല്ലൊരു ഫാസ്റ്റ് ബൗളറായിരുന്നു, ഒരു ഓൾറൗണ്ടറാണ് എന്ന് തന്നെ പറയാം. ഫുട്ബോളിൽ നല്ലൊരു ഫോർവേഡായിരുന്നു. അക്കാഡമിക് കാര്യങ്ങളിൽ ഏറെ മുന്നിട്ട് നിന്നു. അതുപോലെ തന്നെ സഭാ കാര്യങ്ങളിലും പണ്ട് തൊട്ടേ ഏറെ താല്പര്യം പുലർത്തിയിരുന്നു. ഡിഗ്രി അവസാന വർഷ സമയത്ത് അദ്ദേഹം CSM കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ കോളേജ് ലെവലിലെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഏറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാവരെയും സഹായിക്കുകയും ചെയ്ത നല്ലൊരു വ്യക്തിത്വമാണ്. 1992-95 ബാച്ചിൻ്റെ പേരിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു.